ഈശോയെ, ഇതാ നിന്റെ മക്കൾ വീണ്ടും തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുകയാ. ഇന്നലെ രാത്രി ഞങ്ങളെല്ലാവരും സുഖമായി ഉറങ്ങി. ഈ പ്രഭാതത്തിൽ വീണ്ടും ഉണർന്ന് നന്ദിയോടെ നിന്റെ മുൻപിൽ കരങ്ങൾ കൂപ്പുന്നു. തമ്പുരാനെ, നിന്റെ സ്നേഹം, കരുണ അതൊന്നു മാത്രമാണ് ഞങ്ങളെ അനുദിനവും നയിക്കുന്നത്. നന്ദി പറയുന്നു ഈശോയെ. ഈ പുതിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, അങ്ങ് എന്താണ് ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. ബൈബിൾ തുറന്നപ്പോൾ ഈശോ കാട്ടിത്തന്ന വചനം 121 സങ്കീർത്തനമായിരുന്നു. കർത്താവിൻ്റെ കാവൽക്കാരൻ. ഈശോയെ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ തന്നെ വ്യാപരിക്കട്ടെ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഈശോയെ, എത്രയോ ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു വചനമാണ് ഇന്നങ്ങ് ഞങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. നന്ദിയുണ്ട് ഈശോയെ. നീ നൽകുന്ന കരുതലിനും പരിപാലനയ്ക്കും ഒത്തിരി നന്ദി. ഈ ദിവസത്തെ പൂർണ്ണമായി തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളായിരിക്കുന്ന ദേശവും ഞങ്ങളുടെ ഇടവക സമൂഹവും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുസഭ വിശുദ്ധീകരിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി ഈ ദിവസം മുഴുവൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, കുടുംബത്തിൽ ഞങ്ങളെല്ലാവരും ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ഞങ്ങളെ കാണുന്നവരൊക്കെ ഞങ്ങളെ നോക്കിക്കൊണ്ട് മറ്റൊരു ക്രിസ്തു എന്ന് പറയുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ എടുത്തുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ കർത്താവേ, നിൻ്റെ ഇടപെടലുണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിനം ഞങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ശത്രു സൈന്യങ്ങളും യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ജപമാല കരങ്ങളിലേന്തി പ്രാർത്ഥിക്കുന്ന ഒരാളെപ്പോലും സാത്താന് തൊടാനാവില്ല എന്നോർക്കുക. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ, ശരീരത്തെ മുഴുവനായും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരോഗ്യം കർത്താവേ നിൻ്റെ ദാനമാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സമ്പത്ത്, സ്വത്തുവകകൾ എല്ലാം നീ തന്നതാണ് ഈശോയെ. നീ തരാത്തതായി ഞങ്ങൾക്കൊന്നുമില്ല. ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഈ കൊച്ചു ഭവനം, ഒരു പക്ഷേ ഞാനൊരു വാടക വീട്ടിലാകാം. ഈ വാടക വീട് പോലും കർത്താവേ നിൻ്റെ ദാനമാണ്. നന്ദി പറയുന്നു ഈശോയെ. ഞങ്ങൾക്കുള്ളതെല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വായ്പ വാങ്ങാൻ ഞങ്ങൾക്കൊരിക്കലും ഇടവരുത്തരുതേ തമ്പുരാനെ. ഇല്ലാത്തവർക്കായി മനസ്സറിഞ്ഞ് നിറച്ചളന്ന് കൊടുക്കുവാൻ ഞങ്ങളുടെ സമ്പത്തിനെ കർത്താവെ നീ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിന്നാൽ മതി. തക്ക സമയത്ത് അവിടുന്ന് നമ്മെ എല്ലാം എടുത്തുയർത്തിക്കൊള്ളും. നന്ദി പറയുന്നു ഈശോയെ. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കുന്നു, പ്രാർത്ഥനകളെ ചേർത്ത് വയ്ക്കുന്നു, സ്വപ്നങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. അനുഗ്രഹിക്കണമേ ഈശോയെ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും, ഞങ്ങളുടെ യാത്രകളിലും എല്ലാം കർത്താവേ നീ കൂടെ ഉണ്ടാകണം. നിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. നിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് തരണം. നന്ദി പറയുന്നു. സ്വർഗത്തിലെ സകല വിശുദ്ധരെ, മാലാഖമാരെ, വിശുദ്ധ ഔസേപ്പിതാവേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിനം ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഈ ദിവസത്തെ അനുഗ്രഹമാക്കി മാറ്റണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.